സുഹൃത്തുക്കളെ, ഞങ്ങളിപ്പോൾ ഉള്ളത് ഗുണ്ടിൽപെട്ടാണ്. ഗുണ്ടിൽപെട്ട് ടൗണിലേക്ക് അങ്ങോട്ട് പോകണ്ട, ജസ്റ്റ് നമ്മളെ രാത്രി വണ്ടികളൊക്കെ തടഞ്ഞു വെക്കുന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാഫിക് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബാരിക്കേഡുകളൊക്കെ വെച്ച സ്ഥലമുണ്ട്. ആ സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഉത്സവത്തിനുള്ള ആളുകളുണ്ട്. അപ്പോൾ വണ്ടികൾ പാർക്ക് ചെയ്ത് കാണിച്ചു തരാം. എന്തിനു വേണ്ടിയിട്ടാണ് ആളുകൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കൾ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത്രയും വണ്ടികൾ നമ്മൾ ഇങ്ങനെ കാണുന്നില്ലേ, റോഡ് സൈഡിൽ മൊത്തം വണ്ടികൾ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതാ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാം, ആ പൂപ്പാടത്ത് നിറയെ ആളുകളുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഓണ സീസണ് കേരളത്തിലേക്ക് പൂക്കൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടക്കാല വിളവാണ് ഇവരുടെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരാൾക്ക് 10 രൂപ വെച്ചിട്ട് ചാർജ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടത്. ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഇന്ന് അതാണ് നമ്മളുടെ വീഡിയോ. അസാ എങ്ങനെയുണ്ട്? ഇത് നന്നായിട്ടുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ 15 കിലോമീറ്റർ ആണ് ഗുണ്ടിൽപെട്ട ടൗണിക്കുള്ളത്. ഇവിടെ വന്നു പോകാനും ഒരു ബുദ്ധിമുട്ടില്ല. പെട്ടെന്ന് വരാൻ കുട്ടികളൊക്കെ കൂട്ടി മെയിൻ റോഡ് തന്നെയാണ്, ഉള്ളിൽ കയറി പോകാനൊന്നുമില്ല. അതുകൊണ്ട് കുട്ടികളൊക്കെ കൂട്ടി വന്നാൽ സുഖമായിട്ട് കണ്ടുപോവാം. അച്ഛാ, മുന്നേ നമ്മളെ പൂപ്പാടത്തിലേക്ക് വന്നിട്ടുണ്ടോ? ഞാൻ ഇഷ്ടംപോലെ വരാറുള്ളതാണ് ഇവിടേക്ക്. പ്രദീപ, അടിപൊളി, നല്ല സ്ഥലല്ലേ? അതിമനോഹരമായ ഒരു പ്ലേസ് ആണ് ഗുണ്ടിൽപേട്ട. നേരെ വരികയാണെങ്കിൽ ചെണ്ടുമല്ലി പൂന്തോട്ടം കാണണമെങ്കിൽ ഇവിടെ തന്നെ വരണം. ഇവിടെ ചെണ്ടുമല്ലി, സൂര്യകാന്തി, ബോഗൻസ്, പിന്നെ വാടാർമല്ലി തുടങ്ങിയവയെല്ലാം ഇവരിങ്ങനെ പ്ലോട്ടുകളായി കൃഷി ചെയ്യാറുണ്ട്. അതിവിടുത്തെ ആൾക്കാരുടെ ഒരു ഇടക്കാല കൃഷിയാണ്. ഇതിന്റെയൊക്കെ ലക്ഷ്യം ഒരു പരിധിവരെ നമ്മുടെ ഓണക്കാലത്ത് കേരള വിപണി ലക്ഷ്യമാക്കിക്കൊണ്ട് കേരളത്തിലേക്ക് കയറ്റുമതി ചെയ്യുക എന്നുള്ളതാണ്. അത് കൂടാണ്ട് ഞാൻ അറിഞ്ഞത് ഈ പെയിന്റിന്റെ ചെണ്ടുമല്ലി പൂക്കളൊക്കെ പെയിന്റ് കമ്പനിക്കാർ ധാരാളമായിട്ടുണ്ട്. അവരാണ് ഒരു പരിധി വരെ ഇത് സ്പോൺസർ ചെയ്യുന്നതിൽ മുഖ്യമായിട്ട് നിൽക്കുന്നത്. കാരണം വിത്തും വളവും പൈസയും കൊടുത്ത് അവര് ഉൽപ്പാദിപ്പിച്ച് അത് വിളവെടുപ്പിന്റെ സമയത്ത് അവരുടെ വണ്ടികൾ വന്നിട്ട് പെയിന്റ് കമ്പനിയിലേക്കും കൊണ്ടുപോകും. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്താലോ, നേരെ ഇറങ്ങി ചെന്നിട്ട് പോയി കണ്ടാലോ? ഇതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളിപ്പോ ഈ മല്ലിക, അതുപോലെ തന്നെ സൂര്യകാന്തി, മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ നമ്മളിവിടെ ഗുണ്ടിൽപെട്ട് തന്നെ വരണം. കേരളത്തിലും വേണമെങ്കിൽ ഇത് നമുക്ക് ചെയ്യാം, പക്ഷെ ആരും അതിനുള്ളൊരു ശ്രമം നടത്തുന്നില്ല എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് കർണാടകയിലെ മധൂര്, അതായത് ഗുണ്ടിൽപെട്ടിൻ്റെ തൊട്ട് മുന്നേ ഉള്ള സ്ഥലത്തിൻ്റെ പേരാണ് മധൂർ. അവിടെ ഒരു പൂപ്പാടത്താണുള്ളത്. അതിമനോഹരമായൊരു പൂപ്പാടം കണ്ടപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയിട്ട് വന്നതാണ്. ഇവിടെ രസം എന്താണെന്ന് വെച്ചാൽ മല്ലികപ്പൂവാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത്. ഒരുപാട് ആളുകൾ പൂപ്പാടം കാണാൻ വേണ്ടി വരുന്നൊരു സമയം കൂടിയാണിത്. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പം ഒരാൾക്ക് 20 രൂപയാണ് ഇവിടെ പൂപ്പാടം കാണാൻ വേണ്ടി ഇവർ പൈസ ചാർജ് ചെയ്യുന്നത്. പക്ഷേ ഇഷ്ടം പോലെ നേരം നമുക്ക് നിന്ന് ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ ചോദിച്ചപ്പം ഒരു അക്ക ഉണ്ട്, ഒരു 4 അക്കമാർ ഒക്കെ ഇവിടെ നിന്നിട്ട് നമ്മളെ പൂവ് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എന്തിനാണ് കൊണ്ടുപോകുന്നത്, എന്തിനാണ് പറിക്കുന്നതെന്നൊന്നും ഇവർക്ക് അറിയില്ല. അവർക്ക് കൂലി കിട്ടും, അതാണ് അവരുടെ ജോലി. അപ്പോൾ അവർ നമ്മളോട്, ഞാൻ ചോദിച്ചപ്പോൾ അവർ പിന്നെ വീഡിയോ എടുക്കാനൊക്കെ സമ്മതിച്ചു, നമ്മളോട് നന്നായി കോപ്പറേറ്റ് ചെയ്തു. നമ്മൾ പറഞ്ഞ പൂക്കൾ മാത്രം പറിച്ചു. കൂടുതൽ പൂവുള്ളടത്ത് വന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പൂക്കളൊക്കെ പറിച്ചു തന്നു. അതിമനോഹരമായ ഒരു പൂപ്പാടത്തിൻ്റെ കാഴ്ചകളിലേക്ക് കൂടുതൽ പോകാം, വരും. നമ്മൾ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് മൈസൂർ ബാംഗ്ലൂരിലേക്ക് പോകുമ്പം നമ്മളുടെ വനമേഖല കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കർണാടകത്തിൻ്റെ വനമേഖലയാണ്. അത് കഴിഞ്ഞാൽ കിട്ടുന്നത് കർണാടകത്തിൻ്റെ തനത് കൃഷിരീതികൾക്കുള്ള കൃഷിസ്ഥലങ്ങളാണുള്ളത്. കാഴ്ചയിൽ അതിമനോഹരമാണ് കർണാടകയിലെ കൃഷിസ്ഥലങ്ങൾ. വെറും 50-60 മീറ്റർ ഹൈറ്റിലാണ് നമ്മൾ ഡ്രോൺ പറത്തിയത്. കാരണം നല്ല കാറ്റുണ്ടായിരുന്നു, പിന്നെ മേഘങ്ങളുടെ ശക്തമായ ഒഴുക്കും ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അതിമനോഹരമായിട്ടുള്ള വീഡിയോസാണ് നമുക്ക് കിട്ടിയത്. കർണാടകത്തിൻ്റെ മെയിൻ റോഡിൽ നിന്ന് മാറി ഉള്ളിലേക്കുള്ള ഭാഗങ്ങളിലൊക്കെ ഇതേപോലെ അതിമനോഹരമായിട്ടുള്ള പൂപ്പാടങ്ങളും മറ്റ് ഒരുപാട് കൃഷികളൊക്കെ ഉണ്ട്. നമ്മൾ ഒരു ദിവസം വേണമെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെലവഴിക്കാനുള്ള എല്ലാവിധ സാധ്യതകളും കർണാടകത്തിലെ പൂപ്പാടങ്ങളും കൃഷിയിടങ്ങളും നമ്മൾക്ക് മുന്നിൽ തുറന്നു വെച്ചിരിക്കുകയാണ് ഇപ്പോൾ കർണാടക. ഇപ്പം നമ്മൾ മധൂരിൽ വണ്ടി നിർത്തി ഇതാ നമ്മൾ സൈഡിലേക്ക് ഇറങ്ങി പോവുകയാണ് കേട്ടോ. ഈ ഒരു ചെറിയ മൺറോട്ടിലൂടെ കുറച്ച് അല്പദൂരം, ഒരു 10-20 മീറ്റർ മുന്നിലേക്ക് പോയി കഴിഞ്ഞാലാണ് നമ്മളെ പൂന്തോട്ടത്തിൻ്റെ ഗേറ്റ് ഉള്ളത്. അപ്പോൾ ഈ പോകുന്ന ആളുകൾ മുഴുവൻ മലയാളികളാണ്.
എല്ലാ വാഹനങ്ങളും ഞങ്ങൾ നോക്കി KL ആണ്, KA കുറവാണ്. അതുപോലെ TN കുറച്ചുണ്ട്, 1-2 വണ്ടികൾ TN കണ്ടു. ഇവരെല്ലാവരും ഈ ആകാംക്ഷാപൂർവം പോകുന്നത് നമ്മളുടെ ചെണ്ടുമല്ലി പൂക്കൾ കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഞാൻ വിചാരിച്ചത് 10 രൂപയായിരിക്കും എൻട്രൻസ് ഫീ എന്നാണ് അറിഞ്ഞത്. പക്ഷെ 10 രൂപയല്ല. എനിക്ക് തോന്നുന്നത് ആൾക്കാർ കൂടിയപ്പം ഇവർ കൂടുതൽ പൈസ വാങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഒരാൾക്ക് ഉള്ളിലേക്ക് കയറണമെങ്കിൽ 20 രൂപ കൊടുക്കണം. 2 പേര് അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ആളുകളുടെ അടുത്ത് നിന്ന് അവർ പൈസ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ 20 രൂപ കൊടുത്തിട്ട് കാണാൻ മാത്രം ഞങ്ങൾക്ക് 4 പേർക്കും വലിയ വട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കൽ എനിക്ക് നിർബന്ധമായതുകൊണ്ട് ഞാനൊരു 20 രൂപ കൊടുത്തിട്ട് ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. ഈ നിൽക്കുന്ന 2 പേര് ഈ കൃഷി സ്ഥലത്തിന്റെ യഥാർത്ഥ ഉടമകളായിക്കൊള്ളുന്നൊരു നിർബന്ധമില്ല. ഏക്കർ കണക്കിന് പൂപ്പാടങ്ങൾ നമുക്ക് കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ സമയത്ത് കാണാൻ വേണ്ടി പറ്റും. ಎತ್ರ ಬೇರಾ 4 ಜನ 80 ರೂಪಾಯಿ ಕೇಳಿಕೊಳ್ಳಿ 80 ഒരാൾക്ക് 20 ഒരാൾക്ക് 20. ಇದು ಮದ್ದೂರಾ ಮದ್ದೂರು മദ്ദൂർ. ನಿಮ್ಮ ಹೆಸರೇನು? മഹാദേവ്. മഹാദേവ്. അങ്ങനെ മഹാദേവന്റെ കയ്യിൽ ഒരു 20 രൂപ കൊടുത്തിട്ട് ഞാൻ മാത്രം ക്യാമറയായിട്ട് ഉള്ളിലേക്ക് കയറുകയാണ്. ഇവിടെയൊക്കെ കാണാനുള്ള ഒരു രസം എന്താ വെച്ചാൽ ഈ പൂവൊക്കെ ശരിക്കും പറിച്ചെടുക്കാൻ സമയമായിട്ടുണ്ട്. പക്ഷെ അതിനെക്കാട്ടും ലാഭം ഈ ആൾക്കാരെ കൊണ്ടുവന്ന് കാണിക്കുന്നത് കൊണ്ട് ആയതുകൊണ്ട് തന്നെ അവർ പൂവൊന്നും വിളവെടുക്കാണ്ട് വെച്ചിരിക്കുക. ഈ തോട്ടത്തിന്റെ പുറകുഭാഗത്ത് പൂ ഇങ്ങനെ ആയി വരുന്നൊരു സ്ഥലം കൂടി ഉണ്ട്. അതും കാണാൻ അതിമനോഹരമാണ്. ഇവിടെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ തിമർത്ത് ചവിട്ടി മെതിച്ചിട്ടിരിക്കുന്ന പൂപ്പാടം എന്ന് വേണമെങ്കിൽ ഇത് പറയാം. കാരണം ആളുകൾ തലങ്ങും വിലങ്ങും ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് എല്ലാ പൂവിന്റെ നല്ല ഭാഗങ്ങളൊക്കെ ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ തിക്കും തിരക്കിലും പെട്ടിട്ട് ചവിട്ടി മെതിച്ച് നാശാക്കിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുറേ പൂവൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. നമുക്കത് ശരിക്കും അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ കുറേ പൂവ് നിലത്ത് വീണ് കിടക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. എന്തായാലും അതിമനോഹരമായ ഒരു പൂപ്പാടം തന്നെയാണ്. ഇത് ഒരേ ലെവലിലാണ് ഇവര് നട്ടിട്ടുള്ളത്. അത് ക്രോസ് ചെയ്ത് പോകുമ്പോഴാണ് ഈ ചെടികളൊക്കെ നാശമായി പോകുന്നത്. പൂക്കൾ ഏറ്റവും കൂടുതൽ വിരിഞ്ഞു നിൽക്കുന്ന ഭാഗത്താണ് ആളുകൾ കൂടുതലുള്ളത്. മറ്റേ ഭാഗത്ത് ഒക്കെ കുറഞ്ഞ ആളുകൾ മാത്രമേ അങ്ങോട്ടേക്ക് പോകുന്നുള്ളൂ.
മധൂരിലെ പൂപ്പാടങ്ങളുടെ കാഴ്ചകൾ നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ വീണ്ടും ഗുണ്ടൽപേട്ട സൈഡിലേക്ക് തന്നെ പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഏകദേശം ഒരു 10 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ റോഡിന്റെ സൈഡിൽ തന്നെ ഇതുപോലത്തെ ഒരു പൂപ്പാടം കാണാം. അതിമനോഹരമായ മറ്റൊരു പൂപ്പാടാണിത്. ഒരുപക്ഷെ ഇത് വേറൊരു മുതലാളിൻ്റെ ആയിരിക്കാം. അവിടെ ഞങ്ങൾ കണ്ടൊരു കാഴ്ച ഇതുപോലെ പൂക്കൾ പറിച്ചെടുക്കുന്ന ഒരു സംഭവം കാണുന്നുണ്ട്. കുറേ ആളുകളുണ്ട്, കുറേ ഏട്ടന്മാരും കുറേ ചേച്ചിമാരും നിന്ന് പൂക്കൾ പറിക്കുകയാണ്. അപ്പോൾ അവരോട് നമ്മൾ സംസാരിച്ചു. അവർ വളരെ ഫ്രണ്ട്ലിയാണ് നമ്മളോട്. വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര രസം. പക്ഷേ അവരൊരു കാര്യം എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അത് ഞാൻ കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ കുറച്ച് ഡ്രോൺ ഷോട്ടുകൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പം ഇലക്ട്രിക് ലൈനിൻ്റെ ശല്യമുണ്ട് ഭയങ്കരമായിട്ട്. അതോടൊപ്പം തന്നെ നല്ല കാറ്റും അടിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഒരു ഉദ്യമം ഉപേക്ഷിച്ചിട്ട് നിലത്തുനിന്ന് ഉള്ള അഭ്യാസങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത്. എന്തായാലും ഈ ഒരു പൂപ്പാടത്തിൻ്റെ ഭംഗി അതിമനോഹരം തന്നെയാണ്. ഇവിടെ അധികം ആളുകൾ വരുന്നില്ല എന്നുള്ളതാണ് വേറൊരു രസം. അപ്പം ഇവർ ഈ പൂക്കൾ പറിക്കുന്ന എന്തിനാണെന്നൊന്നും ഇവർക്കറിയില്ല. അത് അവരുടെ കൂലി കിട്ടാൻ ഒരു ജോലി മാത്രമാണ്. പക്ഷേ നമുക്ക് രസമായിട്ട് തോന്നുന്നൊരു സംഭവം എന്താ വെച്ചാൽ പൂ പറിച്ചൊരു സ്ഥലവും പറിക്കാത്തൊരു സ്ഥലവും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കർണാടകയുടെ ഗ്രാമങ്ങളിൽ പൂക്കൾ മാത്രമല്ല കൃഷി ചെയ്യുന്നത്. ഇഞ്ചി, മഞ്ഞൾ, മുത്താറി, ഗോതമ്പ്, കരിമ്പ്, ക്യാരറ്റ്, കേബേജ്, ചോളം, നെല്ല്, കടുക്, ഉലുവ എന്ന് വേണ്ട ഒരു മനുഷ്യന് ആവശ്യമായ പച്ചക്കറികളുടെ എല്ലാ ഐറ്റംസും ശരിക്ക് നല്ല ഭംഗിയായിട്ട് ആസൂത്രണത്തോടു കൂടി കൃഷി ചെയ്യുന്ന സ്ഥലമാണ് ശരിക്ക് കർണാടകം. കർണാടകത്തിൽ വിളയാത്ത ഒരു സാധനമില്ല. പക്ഷേ അവർക്ക് കൃത്യമായിട്ട് വെള്ളം ഒന്നും ഇല്ല, കൂടുതൽ പുഴകളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. എന്നിരുന്നാലും അവർ ഭൂഗർഭജലം ഉപയോഗിച്ചാണ് ഏറ്റവും കൂടുതൽ കൃഷി നടത്തുന്നത്. ഇപ്പോൾ വയനാട് ജില്ലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പോയിട്ട് വാഴക്കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ് കർണാടക. ആദ്യം ഇഞ്ചി ഉണ്ടായിരുന്നു, ഇപ്പം നമ്മൾ കരിമ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മലയാളികൾ പൂക്കൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മലയാളികൾ അതുപോലെ തന്നെ
എല്ലാ കൃഷികളും കർണാടകക്കാർ ചെയ്യുന്ന എല്ലാ കൃഷികളും നമ്മളെ ആളുകൾ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് ഇപ്പോൾ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. നോക്കത്താ ദൂരത്തോളം കൃഷിയിടങ്ങൾ മാത്രം. അത് കർണാടകൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. ഈ വന്നിട്ടുള്ള മലയാളികൾ മൊത്തം കർണാടകയുടെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി വന്നുള്ള ആളുകളാണ്.